നമസ്കാരം. ഞാൻ വിഷ്ണു പട്ടത്താനം, പട്ടത്താനത്തെ ഒരു നാട്ടുകാരനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എപ്പോഴും വികസനം എന്ന് പറയുന്ന ഇടതുവശത്തിന്റെ ഒരു വികസനത്തിന്റെ നേർക്കാഴ്ച നിങ്ങളെ കാണിക്കുവാനായിട്ടാണ്. ഇത് ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ കൊല്ലം മണ്ഡലത്തിലെ MLA സിറ്റിംഗ് MP ഇപ്പം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇടതുവശത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ M. മുകേഷിന്റെ വീടിന് മുൻവശത്താണ്. നമുക്ക് അദ്ദേഹത്തിന്റെ വീടിന്റെ മുൻവശത്തു നിന്നുള്ള വികസനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ റോഡ് നിങ്ങൾ കാണണം, വർഷങ്ങളായിട്ട് മുറിയും കിടക്കുന്ന റോഡാണ്. ഇന്നലെ പെയ്ത ഒരു വേനൽ മഴയിൽ ഈ റോഡിന് മുന്നിലെ അവസ്ഥ നിങ്ങളൊന്ന് കാണണം. നമുക്ക് ഈ റോഡിലൂടെ ഒന്ന് നടക്കാം. വേനൽക്കാലത്ത് പോലും ഒരു ചെറിയ മഴയത്ത് ഈ റോഡിന്റെ അവസ്ഥ ദയനീയമായ അവസ്ഥയാണ്. ഇത് കാണുക. ഇത് ഇരവിപുരം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഒരു റോഡാണ്. ഇവിടുത്തെ MLA എന്ന് പറയുന്നത് ശ്രീ M. നൌഷാദാണ്. 2 ട്രിപ്പായി ഇടതുവശത്തിന്റെ MLA ആയി CPMന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ജയിച്ച മണ്ഡലത്തിലെ ഒരു റോഡാണ്. ആ മണ്ഡലത്തിലാണ് ഇപ്പോഴത്തെ ഇടതുവശത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ മുകേഷ് മത്സരിക്കുന്നതും ഈ നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിലാണ്. അപ്പോൾ 1748 കോടി രൂപയുടെ വികസനം തൊട്ട് കാണിക്കാമെന്ന് വീരവാദം മുഖത്തുകൊണ്ടുവന്ന മുകേഷ് സ്വന്തം വീടിന് മുന്നിൽ സ്വന്തം പാർട്ടിയുടെ MLA ഉള്ള ഇരവിപുരം നിയോജക മണ്ഡലത്തിലെ ഈ വീട്ടിന് മുന്നിലെ റോഡ് നന്നാക്കാൻ കഴിയാത്ത ഒരു MLA എങ്ങനെയാണ് 7 നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലം വികസിപ്പിക്കും എന്ന് പറയുന്നതിന്റെ അർത്ഥം? അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത്, ഇനിയും നിങ്ങൾ വഞ്ചിതരാകരുത്. വോട്ട് ചെയ്യുമ്പോൾ ആരാണ് യഥാർത്ഥ വികസനം നടപ്പിലാക്കുന്നത് എന്ന് മനസ്സിലാക്കി വേണം വോട്ട് ചെയ്യാൻ. ഇതുപോലെ സ്വന്തം വീടിന്റെ മുന്നിലെ റോഡ് പോലും നന്നാക്കാൻ കഴിയാത്ത ഒരു MLA, സ്വന്തം പാർട്ടി MLA ഉള്ള ഈ നിയോജക മണ്ഡലത്തിൽ ഈ റോഡ് നന്നാക്കാൻ കഴിയാത്ത ഒരു MLA ഒരു പാർലമെന്റ് മണ്ഡലം എങ്ങനെ നന്നാക്കാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ചിന്തിച്ച് വോട്ട് ചെയ്യണമെന്ന്. കട്ടത്താനം ഗവൺമെന്റ് UP സ്കൂളിൽ SNDP UP സ്കൂള് ഈ വീടിന് തൊട്ട് പരിസരത്താണ്. ഏകദേശം 1500ഓളം കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നവരാണ്. ആ കുട്ടികളെല്ലാം നടന്നു പോകുന്ന വഴിയാണ് ബഹുമാനപ്പെട്ട ഈ MLAയുടെ വീടിന് മുൻവശത്ത്. എന്നിട്ട് പോലും കൊച്ചു കുഞ്ഞുങ്ങളുടെ ഈ ദുരിതം കണ്ടിട്ട് പോലും അതിനോടൊരു മനസാക്ഷി കാണിക്കാത്ത കൊല്ലം നിയോജക മണ്ഡലത്തിലെ ഈ MLA ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ജനങ്ങൾക്ക് എന്ത് പ്രതീക്ഷയാണ് നൽകുന്നതെന്നും കൂടി ഞങ്ങളൊരു ചോദ്യം നാട്ടുകാരൻ എന്നുള്ള നിലയിൽ ഈ പൊതുസമൂഹത്തോട്, ഈ വോട്ടർമാരോട്, കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ പ്രബുദ്ധരായ ഈ ജനതയോട് ഞങ്ങൾ ചോദിക്കുകയാണ്.